അമ്മ ശകാരിച്ചതിന്റെ പേരിൽ വീട് വിട്ടിറങ്ങിയ 13 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി. അവളെ കണ്ടെത്തിയത് വിശാഖപട്ടണത്തു നിന്നാണ്. ആ കുട്ടി നടത്തിയ യാത്രയുണ്ടല്ലോ, അതത്ര നിസ്സാരമല്ല. നമ്മളിന്ന് നോക്കുന്നത് ആ കുട്ടിയുടെ യാത്രയാണ്. പെൺകുട്ടിയുടെ യാത്ര 2 രാപ്പകൽ നീണ്ടു നിന്നിരുന്നു. അതായത് 37 മണിക്കൂർ. പെൺകുട്ടി ആകെ സഞ്ചരിച്ച ദൂരം 1654 കിലോമീറ്ററാണ്. ഇനി നമുക്ക് ആ കുട്ടി വീട് വിട്ട് ഇറങ്ങാനുണ്ടായ സാഹചര്യത്തെ പറ്റി ഒന്ന് നോക്കാം. ചൊവ്വാഴ്ച രാവിലെ ഏകദേശം 9 മണിയോടുകൂടി ആ കുട്ടി അനിയത്തിയുമായി വഴക്കുണ്ടാക്കുന്നു. അതിൻ്റെ പേരിൽ ആ കുട്ടിയുടെ മാതാവ് ശകാരിക്കുന്നു. മാതാവ് ജോലിക്ക് പോയതിൻ്റെ പിന്നാലെ ആ കുട്ടി വീട് വിട്ട് ഇറങ്ങുന്നു. വീടിന് തൊട്ടടുത്തുള്ള വർക്ക്ഷോപ്പിലെ CCTVയിൽ കുട്ടി ബാഗും തൂക്കി പോകുന്ന ദൃശ്യം പതിയുന്നു. പോലീസിന് ലഭിക്കുന്ന ആദ്യത്തെ തെളിവും ഇതുതന്നെയായിരുന്നു. ഏകദേശം 10 മണിയോടുകൂടി കുട്ടി കഴക്കൂട്ടത്ത് നിന്ന് തമ്പാനൂരിലേക്കുള്ള ബസ്സിൽ കയറുന്നു. തമ്പാനൂരിൽ നിന്ന് ഉച്ചയ്ക്ക് 12:50 കന്യാകുമാരിയിലേക്കുള്ള ഐലൻഡ് എക്സ്പ്രസ്സിൽ കയറുന്നു. ഏകദേശം 1 മണിയോടുകൂടി ഉച്ചഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി അമ്മ ജോലി സ്ഥലത്ത് നിന്നും വീട്ടിലേക്ക് എത്തുന്നു. ഈ സമയം ഇളയ കുട്ടി ചേച്ചി വീട് വിട്ട് ഇറങ്ങിയ കാര്യം അമ്മയോട് പറയുന്നു. മാതാപിതാക്കളും അയൽവാസികളും എല്ലാം ചേർന്ന് സമീപ പ്രദേശങ്ങളിൽ തെരച്ചിൽ നടത്തുന്നു. ഏകദേശം 3 മണിയോടുകൂടി ട്രെയിൻ നാഗർകോവിലെത്തി. ഈ സമയം കുട്ടി വെള്ളമെടുക്കാനായി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുന്നു. അതിനുശേഷം തിരിച്ച് ആ ട്രെയിനിൽ തന്നെ കയറുന്നു. വൈകിട്ട് 4:30 കുട്ടീനെ കാണാനില്ലെന്ന പരാതിയുമായിട്ട് മാതാപിതാക്കൾ കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിലെത്തി. പോലീസ് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചു. വൈകിട്ട് 5:50 കന്യാകുമാരിയിൽ നിന്നും ചെന്നൈയിലേക്കുള്ള എഗ്മോർ എക്സ്പ്രസിൽ ആ 13 വയസ്സുകാരി കയറുന്നു. ബുധനാഴ്ച പുലർച്ചെ 3:15 ഭവിത ഒരു ദൈവദൂതനെ പോലെ കടന്നു വരുന്നു. ഐലൻഡ് എക്സ്പ്രസിൽ ഈ കുട്ടിയെ താൻ കണ്ടിട്ടുണ്ടെന്നും ഈ കുട്ടിയുടെ ചിത്രം തൻ്റെ പക്കലുണ്ടെന്നും ഭവിത പോലീസിനെ അറിയിക്കുന്നു. അത് പോലീസ് അന്വേഷണത്തിൽ വല്ലാത്ത പുരോഗതിയാണ് ഉണ്ടാക്കിയത്. പോലീസ് ആ ചിത്രം കുട്ടിയുടെ മാതാപിതാക്കളെ കാണിക്കുന്നു. അവരത് കൺഫേം ചെയ്യുന്നു. പോലീസ് സംഘം ഉടനെ തന്നെ കന്യാകുമാരിയിലേക്ക് പുറപ്പെടുന്നു. പുലർച്ചെ 6:30 കുട്ടി ചെന്നൈയിലെ എഗ്മോർ റെയിൽവേ സ്റ്റേഷനിലെത്തി. 6-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നതിൻ്റെ ദൃശ്യം പോലീസിന് കിട്ടി. പുറത്തേക്ക് പോകാനുള്ള വഴി അറിയാത്തതുകൊണ്ട് കുട്ടി അവിടെയുള്ള ബാറ്ററി കാറിൽ കയറി 3ാമത്തെ എക്സിറ്റിൽ ഇറങ്ങി. അവിടെ നിന്നും ലോക്കൽ ട്രെയിനിൽ താമ്പരത്തേക്ക് പോകുന്നു. അവിടെ നിന്നും ബംഗാളിലെ സാന്ത്രാഗച്ചിലേക്കുള്ള അന്ത്യോദയ എക്സ്പ്രസിൽ കുട്ടി കയറുന്നു. ഈ സമയം അന്വേഷണ സംഘം ചെന്നൈയിലേക്ക് പുറപ്പെടുന്നു. താമ്പരം സാന്ത്രാഗച്ചി ട്രെയിൻ വിശാഖപട്ടണത്തെത്തിയപ്പോഴാണ് മലയാളി സംഘടനാ പ്രവർത്തകർ കുട്ടിയെ കണ്ടെത്തിയത്. പോലീസും പൊതുസമൂഹവും മാധ്യമപ്രവർത്തകരും ഒരേ മനസ്സോടുകൂടി നടത്തിയ തെരച്ചിലിന്റെ ഫലമായിട്ടാണ് കുട്ടിയെ കണ്ടെത്തുവാൻ സാധിച്ചത്. എല്ലാവർക്കും ആഡംസ് ക്ലിക്കിന്റെ ബിഗ് സല്യൂട്ട്.